കർണാടക ധർമ്മസ്ഥലയിൽ രണ്ടാം ദിവസത്തെ തെരച്ചിൽ പൂർത്തിയായിട്ടും ഒന്നും കണ്ടെത്താനായില്ലെന്ന് ഡി ജി പി പ്രണബ് മൊഹന്തി. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലെന്നും ഒന്നും പറയാനാകില്ലെന്നും DGP പറഞ്ഞു. ഇന്ന് 5 കുഴികളാണ് പരിശോധിച്ചത്. സരീഷ് PK വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. സരീഷ് PK, ഇന്നും ഒന്നും കണ്ടെത്താനായില്ല അല്ലേ? ഇന്ന് രാവിലെ 11:30 തുടങ്ങിയ തിരച്ചിൽ അത് അവസാനിക്കുമ്പോഴും ഒന്നും കണ്ടെത്താനായില്ല എന്നുള്ളതാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ നേത്രാവതി പുഴയ്ക്ക് മുകളിലായുള്ള ഈ കുന്നിൻ പ്രദേശത്തായിരുന്നു ഇന്ന് മുഴുവനായുള്ള പരിശോധന നടത്തിയത്. ഇന്ന് എത്രയും വേഗം എത്രത്തോളം കുഴികൾ എടുത്ത് പരിശോധിക്കാനാകുമോ അത് പൂർത്തിയാക്കണമെന്നായിരുന്നു DGP ഇന്ന് രാവിലെ നൽകിയ നിർദ്ദേശം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് 4 കുഴികൾ കൂടി എടുത്തത്. അത് 2 മുതലുള്ള കുഴികളാണ് എടുത്തത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ 3 അടി താഴ്ചയിൽ കുഴികളെടുത്ത് പരിശോധിച്ചിട്ടും ഒന്നും കണ്ടെത്താനായില്ല. കഴിഞ്ഞ ദിവസം ഈ സാക്ഷി പറഞ്ഞിരുന്നത് 2 മുതൽ 6 വരെയുള്ള കുഴികളിൽ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ട് എന്നുള്ളതായിരുന്നു. പക്ഷേ അത്തരത്തിൽ പരിശോധിച്ചപ്പോൾ 3 അടി, ചില കുഴികൾ 3 അടിയും ചില കുഴികളിൽ 4 അടിയും താഴ്ചയിൽ പരിശോധിച്ചു. പക്ഷേ ഒന്നും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. വീണ്ടും സാക്ഷികളോട് DGP ഉൾപ്പെടെയുള്ളവരെത്തുകയും സാക്ഷിയോട് ഇത് തന്നെയാണോ സ്ഥലം, മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റേണ്ടതുണ്ടോ, സമീപ പ്രദേശത്ത് കുഴികളെടുത്ത് പരിശോധിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തൻ്റെ ഓർമ്മയിലുള്ളത് ഈ സ്ഥലം തന്നെയാണ്, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കൂടുതൽ ആഴത്തിൽ പരിശോധന നടത്തേണ്ടി വരും എന്നുള്ളതാണ് സാക്ഷി പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനകളും പൂർത്തിയാക്കിയിട്ടും ആദ്യത്തെ 5 കുഴികൾ, അതായത് ഇന്നലെ ഒരു കുഴി പൂർത്തിയാക്കുന്നു, അതിനുശേഷം ഇന്ന് 4 കുഴികളെടുത്ത് പരിശോധിച്ചിട്ടും ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഇപ്പോഴും ഈ കുഴികളിൽ, അതായത് ശേഷിക്കുന്ന കുഴികളിൽ മൃതദേഹമുണ്ട് എന്ന് തന്നെയാണ് സാക്ഷി ഉറച്ചു പറയുന്നത്. അതിനോട് ആനുപാതികമായി അദ്ദേഹം പറയുന്നത് ചിലപ്പോൾ കഴിഞ്ഞ 2019 പ്രളയമുണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഈ മേഖലയിലേക്ക് വെള്ളം കയറുകയും മണ്ണിടിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകാം. അതുകൊണ്ടാകാം ഈ പുഴയോട് ചേർന്നുള്ള കുന്നിൻ പ്രദേശങ്ങളിലും അതോടൊപ്പം തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും മൃതദേഹം ലഭിക്കാത്തത്. പക്ഷേ 8 മുതലുള്ള പ്രദേശങ്ങളിൽ, അതായത് ഈ സംസ്ഥാന പാതയോട് ചേർന്നുള്ള കുന്നിൻ മുകളിൽ കൃത്യമായി മൃതദേഹം ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ പ്രദേശങ്ങളിലേക്ക് പരിശോധന മാറ്റിയാൽ കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടും, തെളിവുകൾ ലഭിക്കും എന്ന് തന്നെയാണ് സാക്ഷി കഴിഞ്ഞ ദിവസവും ഇന്നും ആവർത്തിച്ച് പറയുന്നത്. പക്ഷേ അന്വേഷണ സംഘത്തിന് ഒറ്റ നിർബന്ധം മാത്രമാണുള്ളത്. മുഴുവൻ കുഴികളും, അതായത് ഒരു തരത്തിലുള്ള ആക്ഷേപങ്ങളും ഇല്ലാതിരിക്കാൻ മുഴുവൻ കുഴികളും 1 മുതൽ 13 വരെ മാർക്ക് ചെയ്തിരിക്കുന്ന മുഴുവൻ കുഴികളിലും സാക്ഷി പറയുന്ന അത്രയും ആഴത്തിൽ കുഴിയെടുത്ത് പരിശോധന നടത്തി പൂർത്തീകരിക്കാം. ഏതെങ്കിലും രീതിയിൽ മൃതദേഹം കിട്ടുകയാണെങ്കിൽ തുടർ പരിശോധനകളും, മൃതദേഹങ്ങൾ ലഭിക്കുന്നില്ലെങ്കിൽ ഈ അവസാനിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത്. എന്തായാലും 6 മുതലുള്ള ബാക്കിയുള്ള ശേഷിക്കുന്ന 8 കുഴികൾ അത് അടുത്ത ദിവസം പരിശോധിക്കാൻ തന്നെയാണ് തീരുമാനം. പക്ഷേ ഇപ്പോഴും DGP പറയുന്നത് ഒന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിൽ സരീഷ് PK ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഇന്നും ഒന്നും കണ്ടെത്താനായിട്ടില്ല. രാവിലെ ആരംഭിച്ച തെരച്ചിലിൽ ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് അവിടുത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സരീഷ് PK യോട് പറയുന്നത്.